ഹായ് ഫ്രണ്ട്സ്, മോർലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളിതാ പഴനി പോവുകയാണ്. അപ്പോൾ പഴനി പോകാനായിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴിക്ക് കാണാം. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഇടയ്ക്ക് പോകുന്ന അമ്പലങ്ങളിലൊക്കെ ഒന്ന് കയറി കാണിക്കയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോന്ന് കഴിയുമ്പോൾ ശ്രീനിവാസ കോവിൽ എന്ന് പറയും. അവിടെ ഇറങ്ങി ദാച്ചിക്കുട്ടൻ കാണിക്കയൊക്കെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്തുറ സ്റ്റാൻഡ് നമ്മുടെ കഴിഞ്ഞു. അങ്ങനെ സ്റ്റാൻഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ സ്ഥിരം പോകാറുള്ള ശ്രീ പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ ഇറങ്ങി കാണിക്കയിട്ടു. പിന്നെ അവിടെ പുറത്ത് നിന്നൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടോ ഞങ്ങൾ പിന്നെ പോയത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ പോകുന്ന വഴിക്ക് നമ്മൾ സ്ഥിരം പോകാറുള്ള അമ്പലങ്ങളിലൊക്കെ കാണിക്കിയിട്ട് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞങ്ങൾ പോയത്. ഏകദേശം ഞങ്ങളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിൽ ഇറങ്ങി പ്രാർത്ഥിച്ച് അവിടെ കാണിക്കൊക്കെ ഇട്ട് അവിടെ നിന്ന് അങ്ങനെ പോകുവാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറുന്നുണ്ട്. ഇനി നേരെ നമ്മൾ വണ്ടി കയറിയിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് കേട്ടോ ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ്, പിന്നെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ നിമോചേൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അമ്പക്കുട്ടൻ അടുത്ത് അവിടെ ഇരിപ്പുണ്ട്, എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങളിതാ അമ്പക്കുട്ടനെ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ ഇരുന്ന്. അമ്പു രാവിലത്തെ സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ അമ്പക്കുട്ടനെ പിന്നെ കുറച്ച് നേരം കളിപ്പിച്ചു. പിന്നെ പകുതി യാത്ര എത്തിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഇങ്ങനെ ചെറിയൊരു ക്ഷീണം തളർച്ചയൊക്കെ പോലെ വന്നു. അപ്പോൾ അമ്മ അങ്ങനെ സീറ്റിൽ ഇങ്ങനെ കവന്ന് കിടക്കുവാണ്. പിന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തിയപ്പോൾ അമ്മ ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പിന്നെ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തി. അപ്പോൾ ഇവിടെ ഞങ്ങൾ പഴനിക്ക് ഇതിന് മുമ്പും പോയപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ കയറിയാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇനി പിന്നെ ഫ്രണ്ടിലോട്ട് നടന്ന് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാമെന്ന് വെച്ചു. ഞങ്ങൾ ചെന്ന സമയത്ത് അകത്ത് കയറാൻ പറ്റുമായിരുന്നു. അത് കഴിയുമ്പോൾ പൂജയ്ക്ക് വേണ്ടി അടയ്ക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വേഗം ചെന്ന് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റിനും ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നടന്ന് നല്ല രസമായിരുന്നു കേട്ടോ. ഒരു തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മൾ വല്ലപ്പോഴും പോണതല്ലേ, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ചുറ്റിനും നടന്ന് പ്രാർത്ഥിച്ചേക്കാം. അങ്ങനെ പിന്നെ ഞങ്ങൾ അച്ചിക്കുട്ടൻ അപ്പോൾ അമ്പുമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അമ്പു ചെയ്താൽ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെയുള്ള കുറച്ച് കോഴികളെയൊക്കെ അമ്പുവിന് കാണിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ പിന്നെ പോന്ന്. പിന്നെ അവിടെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയായിരുന്നു. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി. ഇനി നേരെ നമ്മൾ പഴനിയിലാണ് കേട്ടോ പോകുന്നത്. ഇനി ഇടയ്ക്കൊന്നും ഫുഡ് കഴിക്കാൻ മാത്രമേ ഇറങ്ങുന്നുള്ളൂ, അമ്പലങ്ങളിലൊന്നും ഇനി ഇറങ്ങുന്നില്ല. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം പഴനിയിലൊരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് കേട്ടോ നമ്മളോട് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ആ ചെല്ലുന്ന ദിവസവും മല കയറണം, പിന്നെ പിറ്റേ ദിവസവും മല കയറണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ആ മലയുടെ താഴത്തൂടെയുള്ള റോഡാണ്. അതൊരു പ്രത്യേകതരം ഒരു റോഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ എത്ര പേര് കണ്ടിട്ടുണ്ട്, എത്ര പേര് കയറിയിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നതും ഇങ്ങനെ ഈ റോഡിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോകുന്നതൊക്കെ, യാത്ര ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു യാത്ര എന്തായാലും ഞാൻ ശരിക്കും ഒരു എൻജോയ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ നേരം കഴിഞ്ഞു, ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഈ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് അമ്മേനെ വിളിക്കാമെന്ന് വെച്ചു.
അങ്ങനെ ഞങ്ങളിതാ നല്ലൊരു ഹോട്ടലൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും ഇതിപ്പോൾ ഏകദേശം ഒരു 2 മണി 2:30 ആ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ഒന്ന് ഉറങ്ങിയായിരുന്നു, പിന്നെ അമ്പുക്കുട്ടനും ഒന്ന് ഉറങ്ങി. അമ്പു ഉറങ്ങുന്ന ടൈമിലാണ് കേട്ടോ ഞാനും ഒന്ന് ഉറങ്ങിയത്. അങ്ങനെ ഞങ്ങളിതാ ഹോട്ടൽ കണ്ടുപിടിച്ചു. അങ്ങനെ ഹോട്ടൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ അമ്പുവിനെയും അമ്മേനെയൊക്കെ വിളിച്ചുണർത്തി. പിന്നെ അമ്പുവിൻ്റെ ഉറക്കം പൂർണ്ണമായിട്ട് അങ്ങ് മാറിയിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടെ കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുന്നു. അവിടെ അങ്ങനെ ഇലയിൽ ഊണ് കൊണ്ടുവന്നത്. ഇലയിൽ ഊണൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഊണൊക്കെ കഴിഞ്ഞിറങ്ങി. പിന്നെ ഞാൻ കുറേ നേരത്തേക്കൊന്നും വീഡിയോസൊന്നും എടുത്തില്ല. അമ്പുക്കുട്ടൻ്റെ ഉറക്കം കഴിഞ്ഞ കാരണം അമ്പുക്കുട്ടൻ ചെറിയൊരു വാശിയും വഴക്കൊക്കെ ആയിരുന്നു. പിന്നെ അമ്പുവിനെ ഓരോന്നും കാണിച്ച് കളിപ്പിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ എന്തായാലും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുവാണ്. പിന്നെ അങ്ങോട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. മൊത്തം കൃഷിയും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതൊക്കെ കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെങ്ങും ഇറങ്ങിയൊന്നുമില്ലായിരുന്നു. അമ്മയ്ക്കും വയ്യാതിരിക്കണ കാരണം ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് അമ്മ പറഞ്ഞു നിങ്ങളിറങ്ങി എടുത്തോ, ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അമ്പുവിന് പ്രത്യേക ഒരു കാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണിത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങളിതാ റൂമിൽ വന്ന്. അപ്പോൾ റൂം ഇതാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. അങ്ങനെ ഞങ്ങളിതാ പഴനിയിലെത്തിയ റൂമൊക്കെ എടുത്തു. അപ്പോൾ ഇനി ഞങ്ങളിതാ വൈകിട്ട് പഴനിയിൽ കയറാൻ വേണ്ടി പോവാണ്. മല കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നാളെ രാവിലെ അമ്പൂനെ മുട്ട അടിക്കാനൊക്കെ ഇട്ട് വരും. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അമ്മയും നിമോച്ചേട്ടനും അമ്പക്കുട്ടനും എല്ലാവരും ഉണ്ട്. അപ്പം ഇനി ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് മല കയറാൻ വേണ്ടി പോവാണ്. അപ്പം പഴനിയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ബൈ.